ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെയാകുന്നു. എന്നാൽ എല്ലാവർക്കും ഈ വചനം അംഗീകരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. പാപികളെ രക്ഷിപ്പാനായിട്ട് ഈ ലോകത്തിൽ വന്ന യേശു പാപികളുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കാണ് പോകേണ്ടത്. മീൻ പിടിക്കാൻ പോകുന്നവർ മത്സ്യമുള്ള ധാരാളം മീനുകളുള്ള സ്ഥലങ്ങളിലേക്കാണല്ലോ മീൻ പിടിക്കാനായിട്ട് പോവുക. പാപിയെ രക്ഷിപ്പാനായിട്ട് വന്ന ക്രിസ്തു പാപികൾ ഉള്ള ഈ ലോകത്തിലേക്കാണ് വന്നത്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും പാപികളാണ്, അല്ല എന്നാർക്കും അവകാശപ്പെടുവാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലുമില്ല. റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തൻ പോലുമില്ല. ഈ വചനങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ദൈവം ഒരിക്കലും കള്ളം പറയുന്നില്ല. ഭോഷ്ക് പറയുവാൻ ദൈവത്തിന് ആകില്ല. ദൈവത്തിന് ഒരിക്കലും തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയുകയില്ല. ബൈബിൾ പ്രഖ്യാപിക്കുന്നത് എല്ലാവരും പാപികൾ ആകുന്നു എന്നാണ്. എന്നാൽ ചിലരുടെ ചിന്ത, ഞങ്ങൾ പാപികളല്ല, ഏതെങ്കിലും ഒക്കെ തെറ്റുകൾ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ചെയ്യുന്ന കുറച്ചു പേരെ മാത്രം പാപികളായിട്ട് എണ്ണുകയും തങ്ങളെ നീതിമാന്മാരായിട്ട് സ്വയം കണക്കാക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നു, തങ്ങൾ നീതിമാന്മാർ എന്ന് നടിക്കുന്ന ചില ആളുകളെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്ന ഭാഗം. അവർ പറയുന്നത് തങ്ങൾ നീതിമാന്മാരാണെന്ന് നടിക്കുന്നതാണ്. മനുഷ്യർക്ക് ദൈവമുമ്പാകെ എങ്ങനെ നീതിമാനാകുവാൻ കഴിയും? മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും ഒക്കെ ഇരിക്കുന്ന സ്വയനീതി വിട്ടുകളഞ്ഞ്, സ്വയനീതി എന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റൊന്നുമില്ല, ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ബോധ്യം, അത് വിട്ടുകളഞ്ഞ് വിനയവും കൃപയും ഉള്ളവരായിട്ട് ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം തയ്യാറാകണം. എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. വലിയ പ്രവാചകന്മാരിൽ ഒരാളായ യെശയ്യാവിൽ ഉണ്ടായ വലിയൊരു പരിവർത്തനമാണ് നമ്മളിവിടെ കണ്ടത്. അവൻ കർത്താവിനെ കണ്ടു, അവൻ്റെ തേജസ് കണ്ടു. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, ഞാൻ അരിഷ്ടനായ ഒരു മനുഷ്യൻ ആകുന്നു എന്നുള്ളത്. ബൈബിൾ പാപികളായ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ചില പദങ്ങളുണ്ട്. അഭക്തൻ, ദൈവത്തിൻ്റെ ശത്രു, ബലഹീനൻ, ഇതൊക്കെ നമ്മുടെ പാപത്തെ സൂചിപ്പിക്കുവാൻ വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നികുതി പിരിവുകാരും കുപ്രസിദ്ധ പാപികളും യേശുവിൻ്റെ വചനം കേൾക്കുവാൻ വന്നുകൂടിയപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും പെറുപിറുത്തുകൊണ്ട് ഈ മനുഷ്യൻ പാപികളെ സ്വീകരിച്ച് അവരോടൊപ്പം ആഹാരം കഴിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ വിമർശിച്ചു. പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന ക്രിസ്തു പാപികളോട് സംസാരിക്കുന്നു, പാപികളുടെ വീട്ടിൽ പോകുന്നു, അവർ കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും യേശു പരിശുദ്ധൻ തന്നെയാണ്. പാപികളോടുകൂടെ ആഹാരം കഴിച്ചതുകൊണ്ട്
അവരുടെ പാപത്തിൽ യേശു പങ്കാളിയായിരുന്നില്ല. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന രക്ഷകനായിട്ടാണ് ബൈബിൾ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. എത്രയോ പാപികളോടുകൂടെ യേശു സഹവസിച്ചു, അവർ കൊടുത്ത ആഹാരം കഴിച്ചു, അവരോടൊപ്പം ജീവിച്ചു. എന്നാൽ അവരെ സ്നേഹിച്ചപ്പോൾ തന്നെ അവരിലുള്ള പാപത്തെ വെറുത്തുകൊണ്ടാണ് യേശു കർത്താവ് അവരോട് ഇടപെട്ടത്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെയാകും. എനിക്ക് പാപമില്ല എന്ന് ഞാൻ പറയുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. യേശുക്രിസ്തു പാപങ്ങളെ മോചിക്കുന്നു. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വസിക്കുന്നു. ഇതാണ് സുവിശേഷം. ലോകത്താർക്കാണ് അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്? പാപത്തെ വഹിച്ച് മനുഷ്യൻ്റെ പാപത്തിന് പകരക്കാരനായി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് പാപമോചനം ലഭിക്കുന്നത്. പാപമോചനം ലഭിക്കുന്ന വ്യക്തിയാണ് നിത്യജീവന് അവകാശിയായിട്ട് മാറുന്നത്. ഈ അനുഭവം ജീവിതത്തിൽ പ്രാപിക്കാത്ത ആരെങ്കിലും വചനം കേൾക്കുന്നെങ്കിൽ, പാപത്തിന് ശമ്പളമുണ്ട്, അത് മരണമാണ്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ നിന്ന് യേശുവിൽ വിശ്വസിക്കുക. ദൈവം നമ്മെ അതിനായി ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.